നമസ്കാരം. ഞാൻ ഡോക്ടർ പത്മശ്രീ KM, ആയുർവേദ ഡോക്ടർ, സർവാംഗ ആയുർവേദ മുട്ടത്തറ, യോഗ ഇൻസ്ട്രക്ടർ, ഫാറ്റ് ലോസ് യോഗ ശ്രീവരാഹം. ഇപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡയബറ്റീസ് ഉള്ള വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് യോഗ ആസനങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം ഡയബറ്റീസ് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മൂവ്മെൻറ്റ്സും അല്ലെങ്കിൽ കുറച്ച് എക്സസൈസും കാര്യങ്ങളും കൊണ്ട് ഷുഗർ കട്ട് ചെയ്ത് മാത്രം പോരാ, അതിൻ്റെ കൂടെ എക്സസൈസും കൂടെ ഉണ്ടെങ്കിലേ നമുക്കതൊന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂ. പിന്നെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഹെവി ആയിട്ട് ഫുഡ് കഴിച്ച ഉടനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഞാൻ മുന്നേ ഉള്ള വീഡിയോകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ബ്രീത്ത് നോർമലായിരിക്കണം. നമ്മുടെ ഫുഡ് കഴിച്ച് എപ്പോഴും ഒരു 2 hours എങ്കിലും ഒരു ഗ്യാപ്പ് നിങ്ങൾ കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ സ്ട്രെയിൻ എടുത്തൊന്നും ചെയ്യാൻ പാടില്ല. സ്ലോ ആയിട്ടും സ്റ്റഡി ആയിട്ടും മാത്രം ചെയ്തു പോവേണ്ട ഒരു കാര്യമാണ് യോഗ. അപ്പോൾ നമ്മളിപ്പോൾ ഡയബറ്റീസ് എന്നുള്ള ഒരു അസുഖത്തിന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ റെഗുലറായിട്ട് ഈ ഒരു ആസനങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി ഡയബറ്റീസിൻ്റെ ആ ഒരു കൺട്രോളിൽ നമുക്ക് നിർത്താൻ പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്ന് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, വാമപ്പ് എക്സസൈസ് എല്ലാത്തിലും അനിവാര്യമാണ്. വാമപ്പ് ചെയ്യാതെ ഒരു തരത്തിലുള്ള ആസനങ്ങളോ എക്സസൈസോ ചെയ്യരുത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇരുന്നിട്ടുള്ള ഒരു ആസനമാണ്. അതിനെ നമ്മൾ ഒരു സ്ട്രെച്ചായിട്ട് കണക്കാക്കിയാൽ മതി. ആദ്യം തന്നെ ഒരു സുഖാസനത്തിലിരിക്കുക. സുഖാസനം എന്ന് പറഞ്ഞാൽ കംഫർട്ടബിൾ ആയിട്ടൊരു സിറ്റിംഗ് പോസ്റ്ററിൽ ഇങ്ങനെ ഒരു കാല് ഫ്രണ്ടിലും ഒരു കാല് ബാക്കിലും, ഒന്നിങ്ങനെ ഫ്രണ്ടിൽ വയ്ക്കുക, ഒന്നിങ്ങനെ ബാക്കിൽ വയ്ക്കുക. അങ്ങനെ ഇരുന്നത് കൊണ്ട് നമുക്ക് പതുക്കെ ഒന്ന് ഫ്രണ്ടിലോട്ട് സ്ട്രെച്ച് ചെയ്യാം. കൈകൾ രണ്ടും ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യുക. പതുക്കെ വന്ന് പ്ലേസ് ചെയ്ത ശേഷം പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് പോകാൻ ശ്രമിക്കുക. ഈ സമയത്ത് നമ്മുടെ വയറ് നന്നായിട്ട് താഴോട്ട് അമർന്നിരിക്കും. നമ്മൾ പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോയാൽ മതിയാവും. ഇനി നല്ല പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലാതെ തന്നെ പോകാനും പറ്റും. ഇനി ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ശ്വാസം എടുക്കുമ്പോൾ അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യുക. ശ്വാസം വിടുമ്പോൾ പതിയെ ഒരു മൈന്യൂട്ടായിട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഇതിൽ മാക്സിമം എത്ര വരെ പോവാമോ അത്ര വരെ പോവാം. ഈ സമയത്ത് നമ്മുടെ റൈറ്റ് കാലാണ് ഫ്രണ്ടിലിരിക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡ് ഹിപ്പിൻ്റെ അവിടെ ഒരു സ്ട്രെച്ച് നന്നായിട്ട് ഫീൽ ചെയ്യും. ഇത് മെയിൻലി ഫോർ സയാറ്റിക് നെർവിൻ്റെ ആ ഒരു സ്ട്രെച്ച് അവിടെ നടക്കും. അതേപോലെ തിരിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ വരിക. അതുപോലെ തന്നെ അടുത്ത കാല് മുന്നിൽ വയ്ക്കുക, ഈ കാല് അകത്തോട്ടാക്കുക. അതേപോലെ തന്നെ പതുക്കെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുക. വയറ് അമർന്ന് ഇരിക്കണം, ശ്രദ്ധിക്കുക. ബ്രീത്ത് നോർമൽ ആയിരിക്കണം. ഇടത്തെ കാലാണ് ഇപ്പോൾ ഫ്രണ്ടിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടത്തെ സൈഡിലെ ഹിപ്പിൻ്റെ താഴെ ബട്ടക്സിൻ്റെ സൈഡിലായിട്ട് ഒരു സ്ട്രെച്ച് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നന്നായി ബ്രീത്ത് ചെയ്യുക. ഓരോന്നിലും ഒരു 20 to 30 seconds എങ്കിലും പതുക്കെ ഹോൾഡ് ചെയ്തിട്ട് വേണം. ഹോൾഡ് മീൻസ് ശ്വാസം ഹോൾഡ് ചെയ്യാനല്ല, പൊസിഷൻ ഹോൾഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലിരുന്ന ശേഷം പതിയെ തിരിച്ച് വരാവുന്നതാണ്. അടുത്തതായി നമ്മൾ സൈഡ് തിരിഞ്ഞിരുന്നിട്ടാണ് ചെയ്യാൻ പോകുന്നത്. പതുക്കെ കാലുകൾ സൈഡിലോട്ടാക്കുക. സൈഡ് തിരിഞ്ഞ് കാലുകൾ നിവർത്തി വെച്ച് നീട്ടി വയ്ക്കുക. എപ്പോഴും ടോസ് സീലിംഗ് ഫേസ് ചെയ്താണോ ഇരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇനി കൈകൾ പതിയെ സൈഡിൽ പ്ലേസ് ചെയ്യാം. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് സ്പൈൻ സ്റ്റഡി ആണോ എന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ആസനത്തിൻ്റെ പേര് പശ്ചിമ ഉത്ഥാന ആസനം എന്നാണ്. പശ്ചിമ ഉത്ഥാന ആസനം. അത് 2 സൈഡിൽ നിന്നും കൈകൾ മുകളിലോട്ട് ഉയർത്തി നന്നായി സ്ട്രെച്ച് ചെയ്യുക. സ്പൈൻ മാക്സിമം സ്ട്രെച്ചിലാണെന്ന് ഉറപ്പുവരുത്തുക. പതിയെ ഫ്രണ്ടിലോട്ട് ഒരാളെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന പോലെ ഫുള്ളി ബെൻഡ് ചെയ്ത് പോകണം. ഇങ്ങനെ പതിയെ പോവാം. സ്ലോ ആയിട്ട് മാത്രം പോകണം, ഫാസ്റ്റായിട്ട് പോകാൻ പാടില്ല. പതുക്കെ ലോക്ക് ചെയ്ത ശേഷം ഹെഡും കൂടെ ഡൗൺ ചെയ്യാം.
ബ്രീത്ത് നോർമലായിരിക്കണം. 20 മുതൽ 30 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്ത ശേഷം വളരെ പതിയെ മാത്രം റിലീസ് ചെയ്ത് പൂർവ്വസ്ഥിതിയിലോട്ട് കൊണ്ടുവരിക. വന്ന പോലെ തന്നെ തിരിച്ചു പോകാനും ശ്രദ്ധിക്കുക. എപ്പോഴും ഫോർവേഡ് ബെൻഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ബാക്ക്വേർഡ് ഒരു സ്ട്രെച്ചും കൂടെ ചെയ്യണം. സോ നമ്മൾ പതുക്കെ പൂർവ്വ ഉത്ഥാനാസനവും കൂടി ഇതിനോടൊപ്പം ചെയ്യേണ്ടതാണ്. പതുക്കെ കൈകൾ ബാക്കിൽ വെച്ച ശേഷം ഹിപ്പ് പതുക്കെ ഒന്ന് ഉയർത്തി സ്ട്രെയിറ്റ് ആക്കി കൊടുക്കുക. തല ബാക്കിലോട്ട് തൂക്കിയിടുക. എത്ര പറ്റുമോ അത്രയും മാത്രം ചെയ്താൽ മതിയാവും. പതിയെ തിരിച്ചു വരാം. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് അർദ്ധ മത്സ്യേന്ദ്രാസനമാണ്. ഇതും വയറ് അമർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതും പാൻക്രിയാസിനെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഡയബറ്റീസിന് വളരെയധികം കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഒരു കാല് നീട്ടി വെച്ച ശേഷം മറ്റേ കാലിൻ്റെ പാദം മുട്ടിൻ്റെ അപ്പുറത്ത് കൊണ്ട് വയ്ക്കുക. ഇനി വയറ് മാക്സിമം ഒതുക്കിയ ശേഷം സ്ട്രെച്ച് ചെയ്യുക. നന്നായിട്ട് കൈ ബാക്കിൽ തൊട്ടടുത്ത് കുത്തണം. ഏത് കാലാണോ പൊങ്ങിയിരിക്കുന്ന ആ സൈഡിലെ കൈയാണ് ബാക്കിൽ ഇങ്ങനെ കുത്തി നിർത്തേണ്ടത്. എന്നിട്ട് അതിൽ നമ്മൾ ബോഡി സ്ട്രെയിറ്റ് ആക്കുക. അതിനുശേഷം ഷോൾഡർ ഓപ്പൺ ആയിരിക്കണം. ഇനി ഈ കൈ വെച്ച് പതിയെ മുട്ടിൽ മാക്സിമം ഒന്ന് വയറിലോട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ബാക്കിലോട്ട് തിരിഞ്ഞ് നോക്കുക. ഷോൾഡർ ഓപ്പൺ ആണോ എന്ന് ശ്രദ്ധിക്കുക. ബ്രീത്ത് നോർമലി ചെയ്യുക. പതിയെ റിലീസ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത സൈഡ് ഈ കാല് നീട്ടി വെച്ച ശേഷം ഈ കാലിൻ്റെ പാദം മുട്ട് മടക്കി മുട്ടിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുപോയി വയ്ക്കുക. പതുക്കെ ഈ കൈ വെച്ച് മുട്ട് പിടിച്ച് സപ്പോർട്ട് ചെയ്യുക. മറ്റേ കൈ ബാക്കിൽ കുത്തി നിർത്തുക. പതിയെ വയറിലോട്ട് ഒതുക്കി വെച്ച ശേഷം ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. പതിയെ കൈകൾ റിലീസ് ചെയ്യുക. കാല് റിലീസ് ചെയ്യുക. സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാലാസനം, അതായത് ചൈൽഡ് പോസാണ്. അത് നമ്മൾ ഇതേപോലെ തന്നെ വയറ് അമർന്ന് ഇരിക്കുന്ന ഒരു പോസ് ആയതുകൊണ്ട് തന്നെ അതുപോലെ നമ്മുടെ പാൻക്രിയാസിനെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു പോസ്റ്ററാണ്. അപ്പം നമുക്ക് അതിലോട്ട് പതിയെ കിടക്കാം. കാലുകൾ മടക്കി പുറകിലോട്ട് കൊണ്ടുപോവുക. ബട്ടക്സ് ഫുള്ളായി ഹീൽ ടച്ച് ചെയ്ത് ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി പതിയെ കൈകൾ ഉയർത്തി മുകളിലോട്ട് കൊണ്ടുവന്ന ശേഷം സ്ട്രെച്ച് ചെയ്ത് താഴോട്ട് ബെൻഡ് ചെയ്ത് പതുക്കെ പോവാം. ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നമ്മൾ കൈ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന വേർഷനാണ് ചെയ്യുന്ന ബാലാസനം. ഇങ്ങനെ ഇരിക്കാൻ ശ്രമിക്കും. പതിയെ തിരിച്ചു വരാം. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് 4 കാലിൽ, അതായത് മുട്ട് കുത്തി നിന്ന് 4 കാലിൽ നിന്നിട്ടുള്ള ഒരാസനമാണ്. 4 കാലിലോട്ട് പതുക്കെ ഇങ്ങനെ പോവുക. ഇതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഷോൾഡർ ലെവലിൻ്റെ നേരെ താഴെ ആയിരിക്കും പാം വരുന്നത്. നേരെ സെയിം ലെവലിലായിരിക്കും വരേണ്ടത്. അതുപോലെ തന്നെ ഹിപ്പിന് നേരെ ലെവൽ താഴെ ആയിരിക്കും നീസ് വരുന്നത്. കാൽ വിരൽ ശ്രദ്ധിക്കുക. ഒന്നുകിൽ ടോസ് ഇന്നാക്കി ഇങ്ങനെ വയ്ക്കുക. ഇല്ല, നിങ്ങൾ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് ടോസ് ഔട്ടാക്കി ഇങ്ങനെയും വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ടോസ് ഇന്നാക്കി വെച്ചിട്ടാണ്, ഇങ്ങനെ വെച്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കൈകൾ പതുക്കെ പൊസിഷനിൽ കൊണ്ടുവരിക. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പൈനിൻ്റെ മൂവ്മെൻറ്റും കൂടെയാണ് ഇതിൽ നടക്കുന്നത്. അപ്പം നമ്മളിതിൽ ശ്വാസം എടുക്കുന്ന സമയത്ത് തല മുകളിലോട്ട് പോകുന്നു. അതേപോലെ തന്നെ സ്പൈനിൻ്റെ ഭാഗം താഴോട്ടിങ്ങനെ പോകും.
ബട്ടക്സ് പുറത്തോട്ട് ഔട്ട്വേർഡ് സ്ട്രെച്ച് ചെയ്യും. ഇങ്ങനെ വരും. ശ്വാസം വിടുമ്പോൾ തല താഴോട്ട് പോവും, ബട്ടക്സിനെ അകത്തോട്ട് ഇൻവേർഡോട്ട് വലിക്കും, അതേപോലെ സ്പൈനിനെ മാക്സിമം മുകളിലോട്ട് പൊക്കും. കയ്യിലോ കാലിലോ ഒരു തരത്തിലുള്ള വ്യത്യാസവും വരുന്നില്ല. വീണ്ടും ശ്വാസം എടുക്കുന്നു. ശ്വാസം വിടുന്നു. മാക്സിമം സ്പൈന് അപ്പ് ചെയ്യാൻ നോക്കുക. ഇൻഹേൽ, എക്സേൽ. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിൽ സ്പൈനിൻ്റെ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആപ്സ് നന്നായിട്ട് എൻഗേജ് ചെയ്യുന്നുമുണ്ട്. റിലീസ് ചെയ്യുക. ഇതിനെയാണ് മാർജാരാസനം എന്ന് പറയുന്നത്, അതായത് ദ ക്യാറ്റ് ആൻഡ് കൗ പോസ്. അപ്പോൾ ഇത് മെയിൻലി നമ്മുടെ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് സ്പൈനിൻ്റെ മൂവ്മെൻറ്റ് ഒന്ന് ലൂസൻ ചെയ്യാനും അതുപോലെ സ്പൈൻ സ്ട്രെങ്തൻ ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആസനമാണ്. അപ്പോൾ ഇത് നമുക്ക് മോർണിംഗ് സ്റ്റിഫ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റിഫ്നെസ് പോലെ എന്തെങ്കിലും തോന്നുന്നുണ്ട്, നടുവേദന പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെഡിൽ തന്നെ ഉറക്കം എണീക്കുന്ന സമയത്ത് ബെഡിൽ തന്നെ പതുക്കെ ഇതൊന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് പതിയെ ഞാൻ ആദ്യം കാണിച്ച ബാലാസനത്തിലോട്ടും കൂടെ ഒന്നിരുന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് എണീക്കാവുന്നതാണ്. മോർണിംഗ് ഇത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതിന്. അപ്പം അത് നമുക്ക് കറക്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞത് മാർജാര ആസനമാണ്, ക്യാറ്റ് ആൻഡ് കൗ പോസ്. അപ്പോൾ നമുക്കിനി കുറച്ച് കിടന്നിട്ടുള്ള, അതായത് മലർന്ന് കിടന്നിട്ടുള്ള ആസനങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് കിടന്നിട്ട് ചെയ്യുന്ന ആസനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ പവന മുക്താസനമാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം അതിൻ്റെ ഹാഫ് വേർഷൻ എങ്ങനെയാണെന്ന് നോക്കാം. കാല് ആദ്യം റൈറ്റ് ലെഗ് മെല്ലെ ഒന്ന് ഉയർത്താം, പതിയെ ചെസ്റ്റിലോട്ട് കൊണ്ടുവരാം. 2 കൈകൾ കൊണ്ട് ഇൻ്റർലോക്ക് ചെയ്ത് പിടിക്കുക, പതുക്കെ ചെസ്റ്റിലോട്ടൊന്ന് ടൈറ്റൻ ചെയ്യുക. ബ്രീത്ത് നോർമൽ ആയിരിക്കണം, അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പതുക്കെ നെറ്റി അല്ലെങ്കിൽ മൂക്ക് മുട്ടിക്കാൻ ശ്രമിക്കുക. സ്ലോലി റിലീസ് ചെയ്യുക. അതേപോലെ കാല് ഉയർത്തി തിരിച്ച് കൊണ്ടുവരിക. അതേപോലെ അടുത്ത കാല് അപ്പ് ചെയ്യുക, ബെൻഡ് ചെയ്യുക, ഇൻ്റർലോക്ക് ചെയ്യുക, അപ്പ് ചെയ്യുക. സ്ലോലി ഹെഡ് ഡൗൺ, പതിയെ കാല് ഉയർത്തി തിരിച്ച് ഇറക്കാം. ഇനി ഇതിൻ്റെ ഫുൾ വേർഷനാണ് പവന മുക്താസനം. 2 കാല് ഉയർത്തണം, മടക്കി ചെസ്റ്റിലോട്ട് കൊണ്ടുവരിക, കെട്ടിപ്പിടിക്കുക, മുട്ടിക്കാൻ ശ്രമിക്കുക. ഹെഡ് പതുക്കെ തിരിച്ച് വയ്ക്കുക, കൈ റിലീസ് ചെയ്യുക, പതുക്കെ കാലുകൾ ഉയർത്തി തിരിച്ച് ഇറക്കുക. നന്നായിട്ട് ബ്രീത്ത് എടുത്ത് വിടുക. ഒരിക്കലും ശ്വാസം ഹോൾഡ് ചെയ്ത് വെക്കാൻ പാടില്ല. ഇനി പതിയെ നമുക്ക് കമന്ന് കിടന്നിട്ടുള്ള ഒരാസനമാണ് ചെയ്യാനുള്ളത്. അതെന്താണെന്ന് നോക്കാം. കമന്ന് കിടക്കുമ്പോൾ നമ്മൾ മകരാസന പൊസിഷനിലാണ് റിലാക്സ് ചെയ്യേണ്ടത്. അവിടെ നിന്ന് ആദ്യം ധനുരാസനം എന്നൊരു പോസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ധനുരാസനം, ദ ബോ പോസ്, വില്ല് പോലെ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഫോർഹെഡ് മാറ്റിൽ പ്ലേസ് ചെയ്യാം. കാല് പതുക്കെ ഉയർത്തണം, ഇങ്ങനെ ഉയർത്തണം. കൈ രണ്ടും ആംഗിളിൽ പോയി ക്യാച്ച് ചെയ്യണം. ക്യാച്ച് ചെയ്ത ശേഷം പതിയെ കാല് ബാക്കിലോട്ട് കൈനെ വലിക്കുക, ഹെഡും ചെസ്റ്റും അപ്പ് ചെയ്യുക.
പാഡ് തറയിൽ വയ്ക്കുക. പതിയെ ഓരോ കൈയായിട്ട് റിലീസ് ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഇത്രയും നമ്മളൊരു ഡയബറ്റീസ് ഇഷ്യൂ ഉള്ള ഒരാൾക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ഒരു ഹെൽത്തി ആയിട്ട് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കൊച്ചു കൊച്ചു ആസനങ്ങളാണ് കണ്ടത്. ഇത് എല്ലാവർക്കും വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ, ആർക്കും ഒരു പാടും ഉള്ളതല്ല. അതുകൊണ്ട് എല്ലാവരും ഡയബറ്റീസ് ഉള്ളവർ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു, ചിലർക്ക് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്തുകൂടാ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ കാണും. അപ്പോൾ ഈ ഇത്രയും സാധനങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ഒന്നും പേടിക്കേണ്ട, ഒരു ടെൻഷനും അടിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ബെഡിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു കൺട്രോൾ വരും. മെഡിസിനോടൊപ്പം ഈ ഒരു ആസനങ്ങളും കൂടെ പതുക്കെ എന്നും ഒരു 10 മിനിറ്റ് എടുത്ത് ചെയ്യാമെന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ എന്നും ചെയ്യാൻ നോക്കുക. അറിഞ്ഞുകൂടാത്തവർക്കായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഡയബറ്റീസ് ഉള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. നമസ്കാരം.